സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാൾ ഇത്രയും അശ്ലീലോട്ടോ. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാൾ മനസ്സിലാക്കിയത്. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ആണ്. എന്താ ഉറക്കം വരുന്നു. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഇങ്ങേര് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഒരു മറുപടി, അല്ലെങ്കിൽ എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഈ ഡേറ്റ് അവർക്ക് വെയിറ്റിംഗ് പറഞ്ഞപ്പോൾ അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എന്റെ പേര് ഉപയോഗിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാൻ ഈ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില ഇല്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരാൾ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ, ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരം മോശമാണെന്ന് പറയുന്നു. ഇദ്ദേഹം മകനോട് പറയുന്നു, ഈ മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു. ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്നോ അച്ഛൻ്റെ അടുത്തുനിന്നോ ഒരു തെളിവുമായി തരണം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ടേക്ക് ആൻ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. കുറെ ആളുകൾ എന്നാലും നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ എന്ന് ഇയാളെ കുറിച്ച് പറയുമായിരിക്കും. കുറെ പേര് ഇപ്പൊ എന്തൊക്കെ ഇയാളെ കുറിച്ച് പറയാൻ സാധ്യതയുള്ളൂ. ആ നാളെ ചത്തത് നന്നായി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെ ഉണ്ടാവാം. ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം, ഈ ലോകത്ത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആരുമില്ല എന്ന സത്യം ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. പിന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ ജീവനക്കാരൻ എന്റെ മാനസിക നിലയെ കുറിച്ച് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ആരാന്റെ മാനസിക നില പരിശോധിക്കുമ്പോൾ സ്വന്തം മാനസിക നില റെഡിയാണോ? കാരണം വേറൊരുത്തനെ പറയുമ്പോൾ അവനും സ്വയം നന്നാവണം. ഇദ്ദേഹത്തെക്കാൾ നല്ല മാനസിക നില എനിക്കുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സമൂഹത്തിന് സന്തോഷം കൊണ്ട് ജീവിച്ചിരിക്കുന്നത് ഗുണമുണ്ട്, അത്രയും എനിക്കറിയാം. അതുകൊണ്ട് വീണ്ടും ഇതേപോലെ ചൊറിഞ്ഞു വരരുത്. ലൈക്കും ഷെയറിനും വേണ്ടി പരിധി വിട്ട് തരം താഴരുത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.